ലാഭയാത്ര അല്പസമയത്തിനകം തന്നെ കണ്ണാടിക്കൽ ജംഗ്ഷനിലെത്തും. അവിടെ നിന്നും വീട്ടിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതും ആയിരിക്കും. ആ വീടിൻ്റെ പരിസരത്ത് നിറയെ ആളുകളാണ് അർജുനെ അവസാനമായി കാണാൻ എത്തിയിരിക്കുന്നത്. ആ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അടുത്തുള്ളവരും അകലെയുള്ളവരും ഒരു പരിചയവുമില്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ജനപ്രതിനിധികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ആളുകൾ കൂടുതലായി എത്തുന്നത് കാരണം ആ തീരുമാനിച്ച സമയത്തിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടാകുമോ എന്നതാണ് ഒരു സംശയമായി ബാക്കി നിൽക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും അർജുനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് വരാൻ പോകുന്നു. ആ ദൃശ്യങ്ങൾ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറെ വേദനാജനകമായ നിമിഷങ്ങൾ. റമീസിലേക്ക് പോവുകയാണ്. റമീസ്, ഇപ്പോൾ വിലാപയാത്ര എവിടെയായിട്ടുണ്ട്? പ്രിയ, വാഹനം ഇപ്പോൾ പാറപ്പടി ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടി സിൽവർ സ്കൂൾ കഴിഞ്ഞതിന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അർജുൻ്റെ വസതിയിലേക്ക് ഈ ഒരു വാഹനം ഉടൻ തന്നെ എത്തിച്ചേരും. വലിയൊരു ആൾക്കൂട്ടം തന്നെ ഈ വാഹനത്തിൻ്റെ അകമ്പടിയായി പിന്നാലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ വഴിയോരങ്ങളിലെല്ലാം തന്നെ അർജുനെ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ ഒക്കെയും തന്നെ കൂടി നിൽക്കുന്നുണ്ട്. സൈഡ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കണ്ടില്ലേ നമ്മളെ പൊക്കിയടിക്കുന്ന വിലാപയാത്ര ജനങ്ങളൊക്കെയും തന്നെ ആ ഒരു തുടർന്നോളൂ, പറയാം. ഈ ഒരു വിലാപയാത്രയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ട ആ ഒരു സ്നേഹം ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ ഒരു തലപ്പാടി മുതൽ ഈ ഒരു വലിയൊരു ആൾക്കൂട്ടം പലയിടങ്ങളിലായി ഈ വാഹനം കടന്നു പോകുന്ന വഴിയിലൊക്കെയും തന്നെ ഇതറിഞ്ഞ് അത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കണ്ണാടിക്കലെ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിസരത്തുള്ള ഗ്രൗണ്ടുകളിലൊക്കെയും തന്നെയാണ്. ഇതിലൂടെയൊക്കെയും തന്നെ പോകുമ്പോൾ അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ പലരും പങ്കുവെച്ച ഒരു ഓർമ്മകൾ തന്നെയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെയും തന്നെ കളിച്ചു വളർന്നവനാണ് അർജുൻ. ഈ മേഖലയൊക്കെയും തന്നെ സുപരിചിതനാണ് അർജുൻ. കാരണം ഈ കഴിഞ്ഞ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് പോലെ എല്ലാവരുടെയും ഒരു മകനായി, എല്ലാവരുടെയും ഒരു സഹോദരനായി, എല്ലാ കുടുംബത്തിലെയും ഒരംഗമായിരുന്നു അർജുൻ ജീവിച്ചിരുന്നത്. എല്ലാവർക്കും സഹായങ്ങളും സഹകരണങ്ങളൊക്കെയും തന്നെ ചെയ്തിരുന്നത്. ആ ഒരു അന്ത്യയാത്രയിലും അർജുൻ അത് പാലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഒരു മണ്ണിടിച്ചിലിൽ ആദ്യം നമ്മൾ കരുതിയത് അർജുൻ മാത്രമാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ള അർജുന് വേണ്ടിയുള്ള തിരച്ചിലിനിടെ പലരുടെയും മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടുകിട്ടുന്നൊരവസ്ഥ നമ്മൾ കണ്ടു. അതായത് അന്ത്യയാത്രയിലും മറ്റുള്ളവർക്ക് സഹായമായി, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയും ആശ്വാസവുമായിക്കൊണ്ടായിരുന്നു അർജുൻ്റെ വിലാപയാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിലാപയാത്ര കണ്ണാടിക്കലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ വാഹനത്തിലും മറ്റുമായി ഈ ഒരു അർജുൻ്റെ വീട്ടിലേക്ക് വന്ന ആളുകളുടെ വാഹനങ്ങളാണ് ഇങ്ങു മുതൽ. ഇവിടെ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റോളം നടന്നു പോകാനുണ്ട്. വാഹനത്തിലായാലും മറ്റും പോകാനുണ്ട് ഈ അർജുൻ്റെ വീട്ടിലേക്ക്. പക്ഷേ ഇവിടുന്ന് മുതലേ വാഹനങ്ങളുടെ വലിയൊരു തിരക്ക് നമുക്ക് കാണാം. കാരണം അർജുനെ അത്രമാത്രം പ്രിയപ്പെട്ടവനാക്കുകയായിരുന്നു ഈ ഒരു 72 ദിവസം. പരിചിതമല്ലാത്തവർ കൂടി അർജുന് വേണ്ടി പ്രാർത്ഥനയോടുകൂടിയും തങ്ങളുടെ സാന്നിധ്യം കൊണ്ടെങ്കിലും ഈ ഒരു നാട്ടിലെത്തി അർജുൻ്റെ യാത്രയയപ്പിൽ പങ്കാളികളാവുക. അർജുനിന് നൽകാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അർജുന് നൽകാവുന്ന ഏറ്റവും വലിയൊരു യാത്രയയപ്പ് അത് തന്നെയാണോ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതുതന്നെയാണ് ഈ നാടിപ്പോൾ സാക്ഷിയാവുന്നതും. അത്രമേൽ ഒരു നാടൊന്നാകെ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് യാത്രയയപ്പ് നൽകുന്ന മനോഹരമായൊരു കാഴ്ച, എങ്കിലും വേദനാജനകവുമായ ഒരു കാഴ്ച. വേദന നിറഞ്ഞതാണ്. ആളുകൾക്ക് അർജുനെക്കുറിച്ച് അറിയുന്നവരൊക്കെയും തന്നെ വേദനയോടുകൂടിയല്ലാതെ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ സംഗമിക്കാൻ സാധിക്കുകയുമില്ല. കാരണം അത്രമാത്രം അനുഭവങ്ങളായിരുന്നു, ഓർമ്മകളായിരുന്നു കൂട്ടുകാരൊക്കെയും തന്നെ അർജുനെക്കുറിച്ച് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമ്മോട് പങ്കുവച്ചത്. അങ്ങനെയാണ് അർജുനും നമുക്കൊക്കെയും തന്നെ പ്രിയപ്പെട്ടവനാവുന്നത്. ഈ ഒരു
നേരത്തെ പറഞ്ഞതുപോലെ പൊതിച്ചോറ് വിതരണത്തിലായാലോ മറ്റു കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും സമയത്തൊക്കെയും തന്നെ തൻ്റെ വാഹനവുമായി തന്നാൽ കഴിയുന്ന വിധത്തിൽ അർജുൻ കൂട്ടുകാരെയൊക്കെയും കൂട്ടിക്കൊണ്ട് ഈ മേഖലയിലൊക്കെയും തന്നെ വീടുകളിലൊക്കെയും തന്നെ സ്നേഹത്തിൻ്റെ പൊതികൾ എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അത് ഒക്കെയും തന്നെ ഈ പങ്കുവച്ചിരുന്നു കൂട്ടുകാരൊക്കെയും തന്നെ. കാണുന്നത് പോലെ വലിയൊരു ആൾക്കൂട്ടം വീടുകളിൽ നിന്നൊക്കെയും തന്നെ പ്രായഭേദമന്യേ ഈ ഒരു സമയത്ത് ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. ഇതിലും വലിയൊരു ആൾക്കൂട്ടം അർജുൻ്റെ വീട്ടിലേക്കും വീടുകളിലും ഒത്തുചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു വലിയൊരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹവായ്പ, ഒരു സംഗമം, ഒരു സങ്കട കാഴ്ച. ഇപ്പോൾ വിലാപയാത്ര കണ്ണാടിക്കലിൽ എത്തിയിട്ടുണ്ടല്ലേ? കാരനായുള്ള കണ്ണാടിക്കലാണ് നിലവിൽ ഇപ്പോൾ വാഹനം എത്തിയിരിക്കുന്നത്. പക്ഷേ ആളുകളുടെ വലിയൊരാൾക്കൂട്ടം കാരണം വാഹനത്തിന് മുൻപോട്ട് പോകാൻ നിലവിൽ സാധിക്കാത്തൊരു സ്ഥിതിയാണ്. കാരണം അത്രമേൽ ആളുകളൊക്കെയും തന്നെ ഇവിടെ കൂടിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്, പ്രിയപ്പെട്ട സഹോദരന് യാത്രയയപ്പ് നൽകാൻ, ആ ഒരു അന്ത്യയാത്ര നൽകാൻ, അവസാന ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇവരൊക്കെയും തന്നെ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ പ്രായഭേദമന്യേ കുട്ടികൾ, കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരൊക്കെയും തന്നെ ഇതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിലാപയാത്ര കണ്ണാടിക്കലിൽ എത്തിയിരിക്കുന്നു. അർജുൻ്റെ ജന്മനാട്ടിൽ, അർജുൻ്റെ സ്വന്തം നാട്ടിൽ എത്തിയിരിക്കുന്നു. വിലാപയാത്ര ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ കണ്ണാടിക്കലിൽ നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. അവരൊക്കെയും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആ വാഹനത്തിന് ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആൾക്കൂട്ടം കാരണം വാഹനത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം മുൻപോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് എന്നാണ് കരുതുന്നത്. ഇപ്പോൾ കണ്ണാടിക്കലിൽ നിന്നുമുള്ള കാഴ്ചയാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണാടിക്കലിൽ നിന്നും കുറച്ച് ദൂരം മാത്രമേ അർജുൻ്റെ വീട്ടിലേക്കുള്ളൂ. അവിടേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ആളുകൾ കണ്ണാടിക്കലിൽ എത്തി അർജുൻ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നുമൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ അവർക്കൊക്കെയും കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ സംശയം. അത്രത്തോളം ആൾക്കൂട്ടമാണ് അവിടെ ഉള്ളത്. എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അർജുന് വിട നൽകുന്ന കാഴ്ച അതാണ് കാണുന്നത്. 75-ാം ദിവസം സ്വന്തം നാട്ടിലേക്ക് എത്തിയ അർജുനെ സ്വീകരിക്കാനെത്തിയ ആളുകൾ, അർജുനായി കാത്തിരുന്ന ആളുകൾ, മനുഷ്യർ, അവരാണ് ഇപ്പോൾ അവിടെ എത്തി യാത്ര അയക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. നേരിട്ടെത്താൻ കഴിയാത്തവർ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ കാഴ്ചകൾ തത്സമയം കാണുകയാണ്, അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അത് സന്ദേശങ്ങൾ വഴിയും ഒക്കെ പകർന്നു നൽകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും കമൻറ്റുകൾ വായിക്കുമ്പോൾ അവർ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട്, അർജുനെ സ്വന്തമായി കാണുന്നുണ്ട്, അർജുൻ എത്രത്തോളം പ്രിയപ്പെട്ടവനായി മാറി എല്ലാവർക്കും എന്നതൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കഴിയുന്നവരൊക്കെയും അർജുനെ കാണാൻ നേരിട്ടെത്തിയിരിക്കുന്നു. അല്ലാത്തവർ അവർക്ക് സാധ്യമായ രീതിയിൽ വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് യാത്രയയപ്പ് നൽകുന്ന ഒരു സാഹചര്യം. 75 ദിവസങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ എല്ലാവരുടെയും സ്വന്തമാകുന്ന അപൂർവ കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം സ്നേഹം അർജുന് ലഭിച്ചിരിക്കുന്നു. അവസാനമായി അദ്ദേഹം സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിലെത്തുമ്പോൾ, എല്ലാവരും വിട നൽകുമ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ടവനായി അദ്ദേഹം മാറി എന്നതിൻ്റെ തത്സമയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാഹനം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുൻപോട്ട് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ചെറിയ രീതിയിലാണ് മുൻപോട്ടെടുക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെയൊക്കെയും ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. റമീസ് പറയാം. പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മനോഹരമായ ഒരു യാത്രയയപ്പ് അർജുൻ
അർജുൻ ഇത് അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. ആ കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയ ആളുകൾ. ഇന്ന് നേരത്തെ നമ്മൾ സമയക്രമീകരണം അറിയിച്ചിരുന്നു. അതനുസരിച്ചായിരിക്കണം നിലവിൽ ഇത്രയും അധികം ആളുകൾ ഒക്കെയും തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വാഹനം വിലാപയാത്ര തുടങ്ങുമ്പോൾ തന്നെ ആരുപുഴടിക്കുന്നത് മുതൽ അഴിയൂർ, അത് ജില്ലാ അതിർത്തിയിൽ നിന്ന് തന്നെ എല്ലാ ജംഗ്ഷനുകളിൽ നിന്നും ഒക്കെയും തന്നെ ഈ ഒരു തരത്തിലുള്ള ആൾക്കൂട്ടം, നമ്മൾ ചെറുതും വലുതുമായ ഒരു ആൾക്കൂട്ടം നമ്മൾ കണ്ടതായിരുന്നു. അവരൊക്കെയും തന്നെ പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ ആദരാഞ്ജലി അർപ്പിച്ചും അർജുന് യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ കളിച്ച് വളർന്ന, അർജുൻ പൊതുസേവനം ചെയ്തിരുന്ന, അർജുന് പ്രിയപ്പെട്ടവനാക്കിയ കണ്ണാടിക്കലേക്ക് അർജുൻ അവസാനമായി എത്തുകയാണ്. ഇപ്പോൾ തൻ്റെ വാഹനത്തിൽ നിന്നും ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്ന ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പോ ഒന്നുമില്ലെങ്കിലും അതിനേക്കാൾ വലിയൊരു കാത്തിരിപ്പാണ് ഈ ഒരു നാട് വെച്ചിരിക്കുന്നത്. വേദനാജനകവും ദുഃഖം നിറഞ്ഞതുമാണെങ്കിലും 72 ദിവസങ്ങൾക്ക് ഇപ്പുറമാണെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കണ്ടു കിട്ടി എന്നൊരാശ്വാസം ഈ നാട്ടുകാർക്കൊക്കെയും തന്നെയുണ്ട്. അത് ആ പ്രിയപ്പെട്ടവനെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരാൾക്കൂട്ടം തന്നെയാണ് ഈ ഒരു മേഖലയിലാകെയും തന്നെ നമ്മൾ കാണുന്നത്. വരുന്ന വഴിയിലൊക്കെയും തന്നെ നമ്മളത് കണ്ടതും.